ഞാൻ നിങ്ങളെ കുറെ നേരം കൊണ്ട് നോക്കുമായിരുന്നു. ആണോ? നിങ്ങൾ എന്താ ഇത്രയും താമസിച്ചേ? അത് ഡോക്ടറെ കണ്ടപ്പോഴേ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. പിന്നെ അവിടെ അന്നേ ഭയങ്കര തിരക്കായിരുന്നു. എന്നിട്ട് റിപ്പോർട്ട് ഡോക്ടറെ കാണിച്ചോ? ഇല്ല ജെ, മറ്റന്നാ കാണിക്കണം. ഇനി മറ്റന്നാ കാണിക്കണമെങ്കിലും കാശ് വേണം. ആ സ്കാനിങ്ങിലെ പയ്യൻ പറഞ്ഞതേ നെഞ്ചിനകത്ത് നല്ല നീർക്കെട്ടുണ്ടെന്നാ. അയ്യോ, നീ ഇപ്പം ഡോക്ടറെ കാണാൻ ചെന്ന് അഡ്മിറ്റ് ആക്കുകയും ചെയ്യും. അതിന് ഇനിയിപ്പോ എവിടെന്നെങ്കിലും കടമ മേടിക്കേണ്ടി വരും. അതെന്തിനാ കടം മേടിക്കുന്നേ? സ്നേഹ നാട്ടിലെത്തിയിട്ടുണ്ടല്ലോ. ഇനിയുള്ള ചെലവൊക്കെ അവള് നോക്കത്തില്ലേ? അവള് നാട്ടിൽ വന്നോ? ആ, അത് കൊള്ളാം. അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഒന്നും അറിഞ്ഞില്ല ജേ. സ്നേഹം കെട്ടിയനും കൂടി ഇന്നലെ ഗുരുവായൂർ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുത്തേക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടായിരുന്നു. അങ്ങനെ ഞാൻ അറിഞ്ഞേ. നമ്മളൊന്നും അറിഞ്ഞില്ല. അല്ല, അപ്പൊ സ്നേഹ വിളിയും പറിച്ചിലൊന്നും ഇല്ലേ? ഇല്ല, അവള് വല്ലപ്പോഴും വാട്സാപ്പിൽ ഇങ്ങനെ മെസ്സേജ് അയക്കും. കൊള്ളാം. ഇതൊക്കെ ആരറിയുന്നു? ആ, ബാങ്കിൽ നിന്ന് രജിസ്റ്റേർഡാ. ഇത് കണ്ടപ്പോ ഞാൻ വീട്ടിൽ പറയുകയും ചെയ്തു. ഇനിയിപ്പോ സ്നേഹം വന്നല്ലോ, ബാങ്കിന്റെ കടമൊക്കെ അവള് വീട്ടിൽ കൊള്ളുമല്ലോ എന്ന്. ഇപ്പൊ അവള് വന്ന പോലും നിങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാ. കഥവും തുറക്ക്, എനിക്കൊന്ന് കിടക്കണം. അല്ല, നിങ്ങൾ വല്ലതും കഴിച്ചായിരുന്നോ? ഞാൻ ചോറ് വെച്ചാ പോയ ജേ. കുഴപ്പമില്ല. അപ്പൊ പിന്നെ ഞാൻ കുറച്ച് കറി കൊണ്ടുവരാം. വേണ്ട ജേ, എപ്പോഴേ നിറഞ്ഞല്ലാതെ. ഇതൊക്കെ കേറണേ. ചേട്ടാ, എന്തോ അതിനകത്ത് എന്തോ എഴുതിയേക്കുന്നത്? അടുത്ത മാസം 22-ന് മുമ്പ് തവണ കുടിശ്ശിക അടച്ചില്ലെങ്കിൽ ബാങ്ക് ജപ്തി നടപടികളിലേക്ക് പോകുന്നു. അയ്യോ, അടുത്ത മാസം ഒരു അദാലത്തുണ്ട്, അതിൽ പങ്കെടുക്കാൻ. അയ്യോ എന്റെ ഭഗവതി, ഉള്ള ഒരു കടപ്പാടും കൂടെ പോയാ നമ്മൾ എന്തോ ചെയ്യും? നിത്യ ചെലവിന് പോലും കഷ്ടപ്പെടുന്ന ഈ സമയത്ത് വീടും കൂടെ പോയാലോ? ഒരെത്തും പിടിയില്ല. എന്തായാലും അവള് വരുമല്ലോ, മോളോട് തന്നെ ചോദിക്കാം. അവളെ പഠിപ്പിക്കാൻ എടുത്ത ലോണ് തന്നെയല്ല. എന്റെ പൊന്നു മനുഷ്യ, അവള് വന്നത് തന്നെ വല്ലവരും പറഞ്ഞാ നമ്മൾ അറിഞ്ഞേ. എന്നിട്ട് അവളായി നീ ഇപ്പം പൈസ അടയ്ക്കാൻ പോകുന്നത്. അവള് പോട്ടെ, നിങ്ങൾക്ക് വയ്യാതെ കിടന്നു ഒരു 10 പൈസ അവൾ അയച്ചു തന്നോ? ഒന്നുമില്ലേലും ഒന്ന് വന്ന് കാണാമല്ലോ. അതും അവള് ചെയ്തിട്ടില്ല. അവള് ഇനിയിപ്പൊ പൈസ അടയ്ക്കാൻ പോകുന്നു. ചേട്ടത്തി, ആ വാ നാത്തൂനെ, ഇരിക്കേ. ഞാൻ ഇന്ന് രാവിലെ ഇതുവഴി പോയപ്പോ കഥ അടച്ചു കിടക്കായിരുന്നു. അപ്പുറത്തെ വീട്ടിലെ കൊച്ചാ പറഞ്ഞ നിങ്ങൾ ആശുപത്രി പോയിരിക്കായിരുന്നു. ഡോക്ടർ എന്ത് പറഞ്ഞു ചേട്ടാ? ഒന്നും പറയണ്ട. ഡോക്ടറെ കാണാൻ ചെന്നപ്പം സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഒരുപാട് നേരമായി. പിന്നെ ഇനി ഇതും കൊണ്ട് ഡോക്ടറെ കാണാൻ പോണം ഒന്നുകൂടെ. അതിന് പിന്നെ വാർദ്ധക്യ പെൻഷൻ വന്നാലേ ഒക്കത്തുള്ളൂ. അതെന്ത്? നിങ്ങൾ സ്നേഹം എടുത്ത് പറഞ്ഞില്ലേ? അവൾ അയച്ചു തരൂലേ? അവള് നാട്ടിൽ വന്നത് തന്നെ മറ്റുള്ളവർ പറഞ്ഞ അറിഞ്ഞത്. പിന്നെയാണ് കാശ്. എന്റെ ഭഗവതി, മറ്റുള്ളവർ പറഞ്ഞാണ് അവള് പറഞ്ഞത് നിങ്ങൾ അറിയുന്നത്. എങ്ങനെയാ നിങ്ങൾ ആ കൊച്ചിനെ വളർത്തിയത്? പൊന്നുപോലെ വളർത്തിയതല്ലേ. ഞാൻ നിങ്ങളെ കുറ്റം പറയത്തുള്ളൂ. അവളെ താളത്തിനനുസരിച്ച് 2 പേരും തുള്ളുമായിരുന്നില്ലേ? പഠിക്കാനെന്ന് പറഞ്ഞ് ബാംഗ്ലൂർ വിട്ടു. എന്നിട്ടോ ജോലിക്ക് വേണ്ടി UK പോയി. അവിടെയുള്ള ഒരുത്തനെ കണ്ട് ഇഷ്ടപ്പെട്ടു. അവൻ തേച്ചപ്പം ഒരു 2ാം കെട്ടുകാരനെ കല്യാണം കഴിച്ചു. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ അവളോട് ചോദിച്ചിട്ടുണ്ടോ? അവളെ തോന്നിയാവസത്തിനെല്ലാം കൂട്ടുന്നു. എന്റെ നാത്തൂനെ, ഇങ്ങനെയൊക്കെ ഇപ്പൊ വരുമെന്ന് നമ്മൾ ആരെങ്കിലും കരുതിയോ? ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല നാത്തൂനെ. അവളെ പഠിപ്പിക്കാൻ വേണ്ടി എടുത്ത ലോണ് അടയ്ക്കാത്തോണ്ട് വേണ്ടി ഇപ്പം ജപ്തി നോട്ടീസ് വന്നേക്കുവാ. ഈ വയ്യാത്ത മനുഷ്യനെ കൊണ്ട് ഞാൻ എങ്ങോട്ട് പോകും? ഒരു സമാധാനമില്ല. വിഷമിക്കാതെ, ബാങ്കുകാർ വീട് കൊണ്ടുപോയിക്കോട്ടെ. നിങ്ങൾ അതൊന്നും ആലോചിക്കണ്ട. എന്റെ വീട്ടിൽ നിങ്ങൾക്കൊരു റൂം തരും കേട്ടോ. നീ അത് വാങ്ങിക്കണ്ട. അവള് കഷ്ടപ്പെട്ട് ചിട്ടി പിടിച്ചുണ്ടാക്കുന്ന കാശ് നീ തന്നെ വെച്ചോ. അതൊന്നും സാരമില്ല. ദേ, ആശുപത്രി പോ. എന്തോ പറയാനാ, നമ്മുടെ ഗതി ഇങ്ങനെ ആയിപ്പോയി. ഉന്നത വിദ്യാഭ്യാസം ഒന്നും പറഞ്ഞ് വെളിയിലൊക്കെ അയച്ച് പഠിപ്പിച്ചതാ. ഇപ്പൊ മനുഷ്യത്വമില്ല. ഇപ്പൊ ഇങ്ങനെ ഉന്നത വിദ്യാഭ്യാസത്തിനായി പുറത്തൊന്നും പോകേണ്ട കാര്യമില്ല.
ഇവിടെ തന്നെ 4 വർഷം ബിരുദ പദ്ധതി നടപ്പാക്കി വിജയം കൈവരിച്ചില്ലേ? ആ രാജ്യാന്തര നിലവാരമുള്ള 10 സ്ഥാപനങ്ങൾക്ക് സെന്റർ ഓഫ് എക്സലൻസ് അവാർഡ് കിട്ടി. ശരി. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല സ്ഥാപിച്ചു. പിന്നെ സർവകലാശാലകളെല്ലാം തന്നെ ഡിജിറ്റലൈസേഷൻ ആക്കി. അങ്ങനെ എന്തെല്ലാം പദ്ധതികളാണ് നടപ്പിലാക്കിയെന്നറിയോ? അപ്പൊ നീ നിന്റെ ഇളയ മോളെ ഇവിടെ തന്നെയാണോ പഠിപ്പിക്കുന്നേ? പിന്നല്ലാതെ. അത് മാത്രമല്ല, ആദ്യത്തെ 2 സെമസ്റ്ററിലെ എല്ലാ വിഷയങ്ങളും പാസ്സായ പിള്ളേർക്ക് അന്തർ സർവകലാശാല മാറ്റത്തിനും അപേക്ഷിക്കാം. പിന്നെ മേജർ വിഷയം മാറ്റാം, കോളേജും മാറ്റാം, സർവകലാശാലയും മാറ്റാം. ഇത്രയും സൗകര്യമൊക്കെ ഉണ്ട് നമുക്ക് വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താൻ പറ്റുമ്പോഴേ നമ്മൾ എന്തിനാ ഈ കേരളം വിട്ട് മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പഠിക്കാനായിട്ട് പോകണം? ശരി, അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ, എനിക്കിനി കുറച്ച് ചിട്ടിപ്പണം പിരിക്കാനുണ്ട്. ദേ, സ്നേഹ വന്ന എന്നെ അറിയിക്കണം. അവളോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുടിയാ, എല്ലാം ചട പിടിപ്പിച്ചിരിക്കുക. ജട കളയണ്ട, പേൻ പൊഴിപ്പി. അതെ, ഞാൻ ആലോചിക്കുമായിരുന്നു, എവള് ഈ ജംഗ്ഷൻ വരെ പോലും ഒറ്റയ്ക്ക് പോയിട്ടില്ല. ഇതിപ്പോ ബാംഗ്ലൂരിന്ന് ബസ്സിൽ ഒറ്റയ്ക്ക് വന്ന്. അവളതിന് ഒറ്റയ്ക്കല്ലായിരുന്നല്ലോ, 100 ആൾക്കാരില്ലായിരുന്നു. പിന്നെ കണ്ടക്ടർ ഉണ്ടായിരുന്നു, ഡ്രൈവർ ഉണ്ടായിരുന്നു, ക്ലീനർ ഉണ്ടായിരുന്നു, പിന്നെ 2 ആൺകുട്ടികളും. പേടിച്ചോണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ അല്ലേ? ഞാൻ പഠിച്ച് വലിയ ആളായിട്ട് വേണം നമ്മുടെ കടങ്ങളൊക്കെ തീർത്ത് നല്ല അടിച്ച് പൊളിച്ച് ജീവിക്കാല്ലോ അച്ഛാ. ഞാൻ അച്ഛനെ ജോലിക്ക് വിടേ ഇല്ല. മോള് പറഞ്ഞ കേട്ടോടി, നീയല്ലേ പറഞ്ഞൊരു കുരുന്നുണ്ട്, ആൺകുരുന്നുണ്ടായിരുന്നെങ്കിൽ എടി നമ്മളെ മോളാടി ഇവളല്ലേ വളർന്ന് വലുതാകാൻ പോകുന്നത്. എന്നാലും എവളെ കല്യാണം കഴിച്ചു വിടുമ്പോഴോ ഞാൻ കല്യാണം കഴിച്ചിട്ട് വേണ്ടല്ലേ അച്ഛാ? നമുക്ക് വേണമെങ്കിൽ ഇവളെ ഒന്ന് കെട്ടിച്ചു വിടാം. എനിക്കെന്താ ശല്യം? ഒന്ന് ആലോചിക്കാവോ? എനിക്ക് പണി ചെയ്ത് മടുത്തിയ, എനിക്ക് എവിടെങ്കിലും പോയി ഞാൻ സപ്രപഞ്ചത്തേല് അമ്മേനെ കെട്ടിച്ചു നമുക്ക് ഇവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കാല്ലോ അച്ഛാ. വിശക്കുന്നെന്നും പറഞ്ഞ് വരാ വാങ്ങി നീ. അങ്ങോട്ട് മരുന്നില്ല. എന്തോ പറ്റി? എന്തിനാ കരയുന്നേ? എന്താ? നമ്മുടെ പഴയ കാലം ആലോചിക്കായിരുന്നു. മോളുണ്ടായിരുന്ന സമയത്ത് അതൊക്കെ ആലോചിച്ചിട്ട് ഇനി വല്ല കാര്യമുണ്ടോ? അവളെ നമ്മൾ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ജോലിയാക്കി. പക്ഷെ അവിടെ കല്യാണം കഴിഞ്ഞത് പോലും നമ്മൾ ഫോണിലല്ലേ അറിഞ്ഞത്. നമുക്കിനി അതൊന്നും സ്വപ്നം കാണാൻ പറ്റത്തില്ല. വെറുതെ ആലോചിച്ച് സങ്കടപ്പെട്ട് അസുഖങ്ങളൊന്നും വരുത്തി വയ്ക്കല്ലേ. ഒരു ദിവസം പോലും അവളുടെ ശബ്ദം കേൾക്കാതെ ഇന്നവള് ഒരു ഫോൺ കോൾ പോലും ചെയ്യുന്നില്ല. കരയാതെ, നിങ്ങൾക്ക് വല്ല അസുഖവും കൂടും, പ്രഷറും ഒക്കെ കൂടും. നിങ്ങൾ കരയല്ലേ? കരയല്ലേ? മോളെ
എത്ര നാളായി കണ്ടിട്ട്. മോനെ, ഞാൻ ലളിത, സ്നേഹയുടെ അമ്മയാ. രൂപേഷേട്ടനൊന്നും പറഞ്ഞു കൊടുക്കണ്ട, എല്ലാം അറിയാം. അച്ഛൻ കടയിൽ വരെ പോയിരിക്കാം, ഇപ്പൊ വരും കേട്ടോ. പെട്ടിയോ വല്ലതും എടുക്കാനുണ്ടോ? ഒന്നുമില്ല നാളെ തന്നെ തിരിച്ചു പോകും. സ്ഥിരതാമസത്തിന് വന്നൊന്നുമല്ല. അല്ല ഇത് ആരാണ്? നീ ആളാകെ അങ്ങ് മാറിപ്പോയല്ലോ സ്നേഹേ. ഞങ്ങളെയൊക്കെ മറന്നോ? മറന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുമോ? UK തന്നെ നിന്നാ പോരെ? അല്ല ഇതാണല്ലോ എന്റെ ചെക്കൻ. എന്നെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കും സ്നേഹേ. ടയർഡായിട്ട് വന്നല്ലേ? അല്ല കല്യാണമേ ഞങ്ങളാരെയും വിളിച്ചില്ല, അതുകൊണ്ടാ. നിനക്കറിയാവല്ലോ ജയ അവിടെ കാര്യങ്ങളൊക്കെ. എന്നാലും എന്റെ ചേച്ചി അവളുടെ പത്രാസ് ഇത്തിരി കൂടിപ്പോയി. എവിടുന്നാണ്ട കുറച്ച് പുത്തൻ കൈവെന്ന് പറഞ്ഞോണ്ട് തന്തയും തള്ളയും വരെ മറന്നു. പിന്നില്ല അയൽക്കാരെ ഓർക്കാൻ. ഞാൻ എന്തോ ചെയ്യാനാ ജയ, എല്ലാം വിധിയാ. ശരി, ഇതുപോലുള്ള ആൾക്കാരായിട്ടുള്ള കൂട്ടോട്ട് നിർത്താറായിട്ടില്ലേ നിങ്ങക്ക്? ഇപ്പോഴും ഇവരൊക്കെ കെട്ടിപ്പിടിച്ചോണ്ട് നടക്കാണോ? മോളെ ഒരു അത്യാവശ്യത്തിന് വിളിച്ചാൽ ഓടി വരാൻ അവരൊക്കെ ഉള്ളൂ. നിന്നെ ഒരു ഫോണിൽ പോലും കിട്ടുവോ? ഓ, ഞാൻ ഇനി 24 മണിക്കൂർ നിങ്ങളെ ഫോൺ വിളിച്ചോണ്ടിരിക്കാം അല്ലേ? എനിക്ക് അവിടെ പണിക്കൊന്നും പോകണ്ടല്ലോ. ഈ കാണിക്കുന്നതിന്റെ ഒക്കെ അർത്ഥം എന്താണെനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഞാൻ കുറെ നാളുകളായിട്ട് പൈസ അയക്കുന്നില്ല, അതല്ലേ കാര്യം? പൊന്നുമോളെ, നീ അല്ലാതെ ഞങ്ങൾക്ക് ആരാ പൈസ അയച്ചു തരാനുള്ളത്? ഒന്ന് മോങ്ങാണ്ടിരിക്കും. എന്നിട്ട് അച്ഛനെ വിളിച്ചിട്ട് എന്തെങ്കിലും വായിക്കൊള്ളാവുന്ന എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരാൻ പറ. രൂപേഷിട്ട് ചോറും കറിയൊന്നും കഴിക്കില്ല. ഒന്ന് വിളിച്ചിട്ട് പറ. ഈശ്വര, നോൺ വെജ് ഒന്നും കിട്ടിയില്ല അച്ഛന്. നമ്മള് വെച്ചാണല്ലോ. മോനെ, ഭക്ഷണമൊക്കെ എങ്ങനെയുണ്ട്? ഞങ്ങൾക്ക് ഇച്ചിരി എരിയും പുളിയും ഒക്കെ കൂടുതലാ മോനെ. കറിയൊക്കെ എടുത്ത് ഇച്ചിരി കഴിച്ചു നോക്കിയാട്ടെ. എനിക്ക് രണ്ടുപേർക്കൊന്നും മിണ്ടാണ്ടിരുന്ന് ഭക്ഷണം കഴിച്ചൂടെ? രൂപേഷണ്ണാവൊന്നും ഇഷ്ടമല്ല ഭക്ഷണം കഴിക്കുമ്പോ സംസാരിക്കണത്. കഴിച്ചില്ലല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിച്ചോണ്ടിരുന്നാലേ വയറ്റിലേക്ക് ഇറങ്ങുള്ളൂ. മോളെ, ഈ മോനെ ആരോടും മിണ്ടത്തില്ലേ? നമ്മളോടൊന്നും സംസാരിച്ചില്ലല്ലോ. ഓ, ഇനിയിപ്പോ സംസാരിക്കാത്ത ഒരു കുറവേ ഉള്ളൂ. എഴുന്നേറ്റ് പോയത് കണ്ടില്ലേ ഇപ്പൊ? അത് ഞങ്ങളൊന്നും സംസാരിച്ചില്ലല്ലോ. എനിക്കറിയാം നിങ്ങൾക്ക് എന്താ സംസാരിക്കാനുള്ളതെന്ന്. അല്ല മൂടും പോയി സംസാരിക്കും. ഈ പെണ്ണിനിതെന്താ? എന്താ പറയാണ്ടെന്ന് പറഞ്ഞ? നീ എന്താ മോളെ ഞങ്ങളോട് ഇങ്ങനെ ശത്രുക്കളെ പോലെ പെരുമാറുന്നേ? നിന്നോട് ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഇപ്പൊ രണ്ടുപേർക്കും ഒന്നും ഓർമ്മയില്ലേ? എന്നോട് പറഞ്ഞതും കാണിച്ചൊന്നും ഓർമ്മയില്ല. ഞാൻ രൂപേഷേട്ടന്റെ കല്യാണം കഴിക്കേണ്ട കാര്യം പറഞ്ഞപ്പോ അച്ഛനും അമ്മ എന്താ പറഞ്ഞേ? 2ാം കെട്ടുകാരനാ, കല്യാണം കഴിക്കണ്ട. അന്ന് എന്തൊക്കെ കാണിച്ചു എന്നോട്. അന്ന് ഞാൻ അനുഭവിച്ചതൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല. മോളെ, ഏതൊരു അച്ഛനും അമ്മയ്ക്കും ഒരു 2ാം കെട്ടുകാരനെയാണ് മോള് കല്യാണം കഴിക്കാൻ പോണെന്ന് പറയുമ്പോൾ ഒരു വിഷമം ഉണ്ടാവില്ലേ? അതെന്നെ എതിർത്ത് എത്ര തെറ്റാണ്. ആ, എതിർത്തത് മാത്രമാണോ? ആ ഫാമിലി ഗ്രൂപ്പിൽ ഇട്ടിട്ട് എന്തൊക്കെയായിരുന്നു? അവരെല്ലാവരും കൂടെ എന്നിട്ട് വാട്ടല്ലായിരുന്നോ? അന്ന് നിങ്ങൾ രണ്ടുപേരും അതൊക്കെ കണ്ട് രസിച്ചോണ്ടിരുന്നില്ലേ? മോളെ, സത്യമായിട്ട് ഞങ്ങളിതൊന്നും അറിഞ്ഞതില്ല. നിന്റെ കൂട്ടുകാർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അറിയുന്നത്. അവള് പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചപ്പോലെ നീ പോലും ആ സത്യം ഞങ്ങളോട് പറഞ്ഞത്. അവൾക്കുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നാളെ രാവിലെ ഞാൻ പോകും. ഒന്നും ഉണ്ടാക്കാതെ നിൽക്കണ്ട. മോളെ, 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോവാ. നിന്നെ കണ്ട് കൊതി തീർന്നില്ലടി. ഇത്രയൊക്കെ കണ്ടാ മതി. ഇവിടെ ഇപ്പൊ എന്തുണ്ടായിട്ടാ?
വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? അത് മോളെ, ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്നിട്ടുണ്ട്. നമ്മൾ പൈസ അടച്ചില്ലെങ്കിൽ അവർ ഈ വീട് ജപ്തി ചെയ്തോണ്ട് പോകും. ഞാൻ പോണേ പോട്ടെ. ഞാൻ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരാനൊന്നും പോകുന്നില്ല. പിന്നെ എന്തിനാ ഇപ്പൊ ഈ വീട്? മോളെ, വീട് ജപ്തി ചെയ്താൽ ഞങ്ങൾ പിന്നെ എങ്ങോട്ട് പോകും? നിന്റെ പഠിത്തത്തിന് വേണ്ടി ലോൺ എടുത്തതാ. ആഹാ, അപ്പൊ എന്റെ പഠിത്തത്തിന് ചെലവാക്കി കണക്കൊക്കെ നന്നായിട്ട് കെട്ടിവെച്ചിട്ടുണ്ടല്ലേ? അതെ, എന്റെ പഠിത്തത്തിന് വേണ്ടി മാത്രമല്ല, ആ പൈസയുടെ പകുതി മുക്കാൽ അച്ഛന്റെ ഓപ്പറേഷന് വേണ്ടിയിട്ടല്ലേ എടുത്തിട്ടുണ്ടായിരുന്നേ, അല്ലേ? മാത്രമല്ല, എനിക്ക് വേണ്ടി ചെലവാക്കിയ കാശിന്റെ ഇരട്ടിയുടെ ഇരട്ടി ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി തന്നിട്ടുണ്ട്. ഇപ്പൊ വീണ്ടും ഞാൻ ഇതിന്റെ ബാധ്യത ഏറ്റെടുത്ത് നടക്കണമെന്നാണോ പറയണത്? അത് കൊള്ളാലോ. മോളെ, എനിക്ക് അസുഖം വന്നുള്ളതല്ലേ, അല്ലെങ്കിൽ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. ഞാനും ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ എന്റെ കാര്യം നോക്കി മനസമാനമായിട്ട് പോയി ജീവിക്കുന്നത്. നിങ്ങൾക്ക് ഒരു മഞ്ഞച്ചരടിനും പോലും ഗതി ഉണ്ടായിരുന്നില്ലല്ലോ എനിക്ക് വാങ്ങിച്ചു തരാനായിട്ട്. അതുകൊണ്ടല്ലേ ഞാൻ ജീവിതം സ്വന്തമായിട്ട് കണ്ടുപിടിച്ചത്. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അവിടെ എനിക്ക് കുടുംബമൊക്കെ ഉള്ളതാ. ഒരു വീട് ഞാൻ അവിടെ വാങ്ങിച്ചു വെച്ചിരിക്കുക. അതിന്റെ ലോണും കുറെ ബാധ്യതകളൊക്കെ എൻ്റെ തലയിൽ ഓൾറെഡി ഉണ്ട്. അതും കൂടാണ്ട് ഇനി ഇതിന്റെ കൂടെ അടച്ചുണ്ടാക്കാൻ എനിക്ക് പറ്റില്ല. അതെ, ഇതിലൊരു 15,000 രൂപയുണ്ട്, അത് വെച്ചോ. മോള് തന്നെ വെച്ചോ. അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുകയല്ലേ. ഞങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാൽ നമ്മൾ കടത്തിന്റെ കിടന്നു. എടി, ആവുന്ന കാലത്ത് കഷ്ടപ്പെട്ട് പണി ചെയ്തത് കൊണ്ടാ നീ കടല് കടന്നു പോയി പഠിച്ച് ഇപ്പൊ ഞങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിന്ന് പറയാനുള്ള തന്റെ ഇടം ഉണ്ടായത്. അമ്മയ്ക്കെന്താ ദേഷ്യം വരുന്നുണ്ടോ എന്നോട്? ഇതിപ്പോ വേണോ വേണ്ടേ? വേണ്ട, നീ ഇങ്ങനെ മാറിപ്പോന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. ഇല്ല, ഒന്ന് പതുക്കെ പറ. അപ്പുറത്ത് രൂപേഷേട്ടനുള്ളതാ. പുള്ളിക്ക് ഇങ്ങനത്തെ ഒന്നും കേൾക്കുന്ന ഇഷ്ടമല്ല. അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. വേണ്ടല്ലോ ഇത്? വേണ്ട. നമ്മുടെ മോള് തന്നെയാണോ ഇത്? ഇറങ്ങാട്ടോ. ഫ്ലൈറ്റ് എപ്പോഴാ മോളെ? ഇനി എന്ന് വരും? കുറച്ച് ദിവസം കൂടി കറങ്ങാനുണ്ട് ഇവിടെ. തിരിച്ചു പോണതിന് മുമ്പ് വരാൻ നോക്കാം. നീ പൈസ അയച്ചു തരണ്ട മോളെ, പക്ഷെ വല്ലപ്പോഴും വിളിച്ചാ മതി. ഞങ്ങൾക്ക് നീ അല്ലാതെ മറ്റാരുമില്ല. അച്ഛൻ വെറുതെ കരഞ്ഞ് കണ്ണീരൊലിപ്പിച്ച് സീനാക്കല്ലേ. ഞാൻ വിളിച്ചോളാം. രൂപ, ഇറങ്ങാം. ഒരു മിനിറ്റ്. അച്ഛാ, ഇതിരിക്കട്ടെ. എന്താ പോലെ ഇത്? വെച്ചോളൂ. ഞാൻ അതിലൊരു എമൗണ്ട് എഴുതിയിട്ടുണ്ട്. അച്ഛൻ എത്രയും പെട്ടെന്ന് കൊണ്ടുപോയി ബാങ്കിൽ അത് ക്ലോസ് ചെയ്യണം. എന്നിട്ട് അവരുടെ അടുത്ത് കുറച്ച് സമയം കൂടെ ചോദിച്ചാൽ മതി. ബാക്കി ലോൺ കൊണ്ട് നമുക്ക് അപ്പം ക്ലോസ് ചെയ്യാം. മോനെ, ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടമ്മ. ഇന്നലെ നിങ്ങൾ സംസാരിക്കണം ഞാൻ കേട്ടാൽ. എന്നെയും എൻ്റെ അച്ഛനും അമ്മയും വളരെ കഷ്ടപ്പെട്ടാണ് വളർത്തിയത്. അതുകൊണ്ട് ഇല്ലായ്മയുടെ പ്രശ്നങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. UK-യിലുള്ള രൂപേഷിൻ്റെ പശ്ചാത്തലം ആർക്കും അറിയില്ല, ദൈവക്ക് പോലും. എടോ, ഇത് താനാണ് ചെയ്യേണ്ടിയിരുന്നത്. താൻ ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ എല്ലാ മാതാപിതാക്കന്മാരും സമ്പന്നരൊന്നുമല്ല. നമുക്കതുണ്ടാവുമ്പോൾ നമ്മൾ വേണം അവരെ സമ്പന്നരാക്കാൻ. സ്നേഹം കൊണ്ടും കാശ് കൊണ്ടും അല്ല. അയ്യോ, അച്ഛൻ എന്താ ഈ കാണിക്കുന്നത്? ഒരു മകൻ്റെ സ്ഥാനത്ത് നിന്ന് ചെയ്തെന്ന് കാണാൻ മതി. പിന്നെ ഞങ്ങളൊന്ന് കറങ്ങിയിട്ട് വീണ്ടും നിങ്ങളുടെ അടുത്ത് തന്നെ വരും. ഒരു 10 ദിവസം കൂടി ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ പോകുള്ളൂ. മോനെ, അപ്പോഴത്തേക്കും നിങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയി ചെക്കപ്പൊക്കെ നടത്തി നല്ല കുട്ടികളായിട്ടിരിക്കണം.
അതിനുള്ള എമൗണ്ട് സ്നേഹ തരും. കൊടുക്കില്ലടോ? പക്ഷേ അവൾക്ക് എടുത്തുചാട്ടം കൂടുതലാണെന്നേ ഉള്ളൂ. പാവം. അതുകൊണ്ട് അവളെ നിങ്ങൾ ശപിക്കരുത്. അയ്യോ, ശപിക്കാനോ? അവള് ഞങ്ങളുടെ മോളല്ലേ മോനെ. നിങ്ങളൊന്നുകൂടെ വരണേ. ഞങ്ങൾ വരാതെ പിന്നെ എവിടെ പോകാനാ? ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു 10 ദിവസം കൂടെ നിങ്ങളോട് ഞങ്ങൾ ചെലവായി. ഇത്രയേ ഉള്ളൂ, കാര്യങ്ങളൊക്കെ അങ്ങ് സോൾവായി. ആനന്ദാടോ സ്റ്റണ്ടായിട്ടേക്കുന്നത്? ഒന്ന് സ്നേഹിക്കടോ.